ഇതിൽ നമുക്ക് ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ്ബോ പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഓഫ്ബോ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ഓഫ്ബോ പ്രിൻസിപ്പിൾ dictates the manner in which electrons are filled in the atomic orbitals of an atom in its ground state. ഓക്കെ, അപ്പോൾ ഓഫ്ബോ പ്രിൻസിപ്പിൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഓർബിറ്റൽസിൽ ഫില്ലപ്പ് ചെയ്യുന്നത് എന്നതുള്ളതാണ് ഓഫ്ബോ പ്രിൻസിപ്പിൾ. ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഈ ഓഫ്ബോ എന്നുള്ള വാക്ക്? ഓഫ്ബോ ഈസ് എ ജർമ്മൻ വേർഡ് വിച്ച് മീൻസ് ബിൽഡിംഗ് അപ്പ്. അപ്പോൾ ബിൽഡിംഗ് അപ്പ് പ്രിൻസിപ്പിൾ ആണ് ഓഫ്ബോ principle. Okay, Aufbau principle states that in the ground state of an atom, the electrons enter the various orbitals in the order of increasing energy. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ലപ്പ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഓഫ്ബോ പ്രിൻസിപ്പിൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് ഓർബിറ്റൽസ്. ഓക്കെ, അപ്പോൾ എനർജി ഓഫ് ഓർബിറ്റൽസ് അപ്പോൾ നമുക്ക് ആദ്യം അറിയണം എങ്ങനെയാണ് ഇലക്ട്രോൺ ഓർബിറ്റൽസിൻ്റെ എനർജി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അക്കോർഡിംഗ് ടു ഓഫ്ബോ പ്രിൻസിപ്പിൾ, ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓക്യുപ്പൈ ദോസ് ഓർബിറ്റൽസ് ഹൂസ് എനർജി ഈസ് ദ ലോവസ്റ്റ്. This implies that the electrons enter the orbitals having higher energies only when orbitals with lower energies have been completely filled. അപ്പോൾ ആദ്യം ലോവർ എനർജി ഉള്ളത് മുഴുവനായിട്ടും ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഹയർ എനർജി ഓർബിറ്റൽസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് N+L റൂൾ. വാട്ട് ഈസ് N+L റൂൾ? ഒരു ഓർബിറ്റലിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമത്തൽ ക്വാണ്ടം നമ്പറും കൂടി ആഡ് ചെയ്യുന്നതായിട്ടാണ് ആർബിട്രലി വെക്കുന്നത്. ഓക്കെ, ലോവർ N+L വാല്യൂസ് കറസ്പോണ്ട്സ് ടു ലോവർ ഓർബിറ്റൽ എനർജീസ്. അപ്പോൾ N+L ആണ് ഒരു ഓർബിറ്റലിൻ്റെ എനർജിയുടെ വാല്യൂ ആയിട്ട് ആർബിട്രലി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ N+L കണ്ടുപിടിക്കുക. രണ്ട് ഓർബിറ്റൽസ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും N+L വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലേതാണോ N+L ചെറിയ വാല്യൂ തരുന്നത് അതാണ് ലോവർ എനർജി ഓർബിറ്റൽ, കൂടുതലുള്ളത് ഹയർ എനർജിയും ആയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ഓർബിറ്റൽസിൻ്റെയും N+L വാല്യൂ സെയിം ആണെങ്കിലോ? ഇഫ് ടു ഓർബിറ്റൽസ് ഷെയർ ഈക്വൽ N+L വാല്യൂസ്, ദ ഓർബിറ്റൽസ് വിത്ത് ദ ലോവർ N വാല്യൂ ഈസ് സെറ്റ് ടു ഹാവ് ലോവർ എനർജി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇപ്പോൾ ഒരേ N+L വാല്യൂസ് കിട്ടുകയാണെങ്കിൽ N ചെറുത് ഏതാണോ അതാണ് ലോവർ എനർജി ഓർബിറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ്ബോ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓർബിറ്റൽ എനർജീസ്. അപ്പോൾ ഓർബിറ്റൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? യൂസിങ് N+L റൂൾ. വാട്ട് ഈസ് N? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. വാട്ട് ഈസ് L? അസിമത്തൽ ഓർ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ലോവർ N+L വാല്യൂ corresponds to lower energy orbital. Okay, if two orbitals have same N+L value, the one with lower N value will have lower energy. Okay, അപ്പോൾ ഇത് ഈ റൂൾ അനുസരിച്ച് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഇതിനകത്ത് ഈ റെഡ് ആരോ കണ്ടോ, ഈ റെഡ് ആരോയുടെ ഡയറക്ഷനിലാണ് നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. 1s ലോവർ എനർജി, അതിനേക്കാൾ കൂടുതൽ 2s കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവാണ്. 2s കഴിഞ്ഞാൽ പിന്നെ 2p കഴിഞ്ഞാൽ പിന്നെ 3s കഴിഞ്ഞാൽ പിന്നെ 3p കഴിഞ്ഞാൽ പിന്നെ 4s 3p 3d ഉണ്ട്, പക്ഷേ 4sനാണ് ലോവർ എനർജി. 4s കഴിഞ്ഞിട്ടേ 3d വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ n=1 ഒരു ഓർബിറ്റിലേ ഉള്ളൂ. അപ്പോൾ N+L വാല്യൂ എന്ന് പറഞ്ഞാൽ 1 + 0 is 1. n=2. 2sന് എത്രയാണ്? 2 + 0 2. 2pയുടെ 2sൻ്റെത് ഇത്, 2pയുടേതോ 2 + 1 ദാറ്റ് ഈസ് 3. അപ്പം നമുക്ക് സംശയമില്ല, ലോവർ വാല്യൂ വരുന്നത് 2sനാണ്. അപ്പം അത് ലോവർ എനർജി.
2pക്കാണ് ഹയർ എനർജി n+L3. അപ്പോൾ 2s കഴിഞ്ഞിട്ടാണ് 2p ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് 3s. 3sൻ്റെ എത്രയായിരിക്കും? 3 + 0 3. 3pയുടേതോ? 3pയുടേത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 + 1 ദാറ്റ് ഇസ് 4. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. 3sനേക്കാൾ കൂടുതൽ 3pക്ക് വന്നു. വാട്ട് അബൌട്ട് 3d? 3d എങ്ങനെയാണ്? 3 + 2 is 5. 4s ആണെങ്കിലോ? 4sന് 4 + 0 is 4. 4sൻ്റെ n+L വാല്യൂ 4ഉം 3dയുടെ n+L വാല്യൂ 5ഉം ആണ്. ദാറ്റ് ഈസ് വൈ 3d is filled only after 4s. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഓരോ ഓർബിറ്റലിൻ്റെയും എനർജി ആർബിട്രറിലി കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ശരിക്കുള്ള എനർജി അല്ല, നമുക്ക് ഓഫ്ബോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എനർജി കണ്ടുപിടിക്കാം ബൈ മേക്കിംഗ് യൂസ് ഓഫ് n+L റൂൾ. ഓക്കെ, ഇനി ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ആണ് ക്രോമിയം, കോപ്പർ. അറ്റോമിക് നമ്പർ 40ൽ താഴെ എക്സെപ്ഷൻ കാണിക്കുന്നത് ഇത് രണ്ടുമാണ്, ക്രോമിയവും കോപ്പറും. Z24 ആണ് ക്രോമിയത്തിന്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s1 എന്നാണ് ക്രോമിയം കാണിക്കുന്നത്. വേറെ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ 3d4 4s2 അല്ലേ? 3dയും 4sഉം തമ്മിൽ എനർജി കമ്പയർ ചെയ്യുമ്പോൾ 4sനാണ് കുറവ് എനർജി. അപ്പോൾ 4s എന്ന് പറഞ്ഞ n+L എന്ന് പറയുന്നത് 4 + 0 4. 3d എന്ന് പറയുമ്പോൾ 3 + d is s0 p1 d2 2 that is 5 ആണ് 3d. അപ്പം ഏതിനാണ് കൂടുതൽ എനർജി? 3dക്കാണ് കൂടുതൽ എനർജി. അപ്പം ആദ്യം 4s കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യണം. അതുകൊണ്ട് കോൺഫിഗറേഷൻ വരേണ്ടത് 4s2 3d4 എന്നാണ് കോൺഫിഗറേഷൻ വരേണ്ടത്. പക്ഷെ അത് കാണിക്കുന്നത് 4s1 3d5 എന്നാണ് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണ്? ദിസ് ഇസ് ബിക്കോസ് ഓഫ് exceptional stability of half filled and completely filled orbitals. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കോൺഫിഗറേഷൻ വരുമ്പോഴാണ് ഈ കംപ്ലീറ്റ്ലി ഫിൽഡിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 4s കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, പക്ഷേ 3d4 ഹാഫ് ഫിൽഡും അല്ല, അതിന് തൊട്ട് താഴെയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമ്മുടെ 3dയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബോത്ത് s ആൻഡ് d ഓർബിറ്റൽസ് വിൽ ബി ഹാഫ് ഫിൽഡ്. അപ്പോൾ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിൽ ഇലക്ട്രോണിക് റിപ്പൽഷൻ മിനിമം ആയിരിക്കും. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിൽ ഇലക്ട്രോണിക് റിപ്പൽഷൻ മിനിമം ആവുന്നത് കൊണ്ടാണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ കോൺഫിഗറേഷൻസ് പ്രിഫർ ചെയ്യുന്നത്. ഈ റീസൺ കൊണ്ടാണ് ക്രോമിയം 3d5 4s1 എന്നുള്ള കോൺഫിഗറേഷൻ കാണിക്കുന്നത് റാദർ ദാൻ 3d4 4s2 കോൺഫിഗറേഷൻ. ഇനി കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ കോപ്പർ ഷുഡ് ഷോ 3d9 4s2 കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ d9ന്റെ പ്രത്യേകത എന്താണ്? d9 എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ഷോർട്ട് ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്ക് 4sൽ നിന്ന് 3dയിലേക്ക് ഒരു ഇലക്ട്രോൺ കൊടുത്താൽ ഇത് 3d10ഉം 4s1 അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കാം, രണ്ടിലും ഒരു ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് അല്ലേ? കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ? ഇതിനകത്ത് നോക്ക്, ഇതിനകത്ത് 4s2 കംപ്ലീറ്റ്ലി ഫിൽഡ്, ഇതിനകത്ത് 3d10 കംപ്ലീറ്റ്ലി ഫിൽഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അപ്പം രണ്ടിലും ഒരെണ്ണം കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ? പക്ഷേ രണ്ടാമത്തെ കേസിൽ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ദിസ് ഈസ് ഹാഫ് ഫിൽഡ് അല്ലേ? ഇവിടെ ഹാഫ് ഫിൽഡ് അല്ല, ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നില്ല. അപ്പം രണ്ടാമത്തെ കോൺഫിഗറേഷനിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡും കുറവ് ഇലക്ട്രോൺസ് ഉള്ളത് ഹാഫ് ഫിൽഡും ആണ്. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോപ്പർ ഷോസ് 3d10 4s1 configuration rather than 3d9 4s2
configuration. അപ്പോൾ these two are the exceptions to Aufbau Principle. ഇത് അറ്റോമിക് നമ്പർ 40ക്ക് താഴെയുള്ളത്. അറ്റോമിക് നമ്പർ 40ക്ക് എബവ് ഇതുപോലെ ഒരുപാട് എക്സെപ്ഷൻസ് കാണാൻ പറ്റും. ദിസ് ഈസ് ബിക്കോസ് അറ്റോമിക് നമ്പർ 40 കഴിയുമ്പോൾ ഇതുപോലുള്ള പിന്നെ ഡി ഓർബിറ്റലും എസ് ഓർബിറ്റലും തമ്മിലുള്ള ഇലക്ട്രോണിക് എനർജി ഡിഫറൻസ് ഭയങ്കര കുറവാണ്. അങ്ങനെ വരുമ്പോൾ ദിസ് ഇസ് കോമൺ. പെട്ടെന്ന് തന്നെ എസ് ഓർബിറ്റലിലുള്ളത് ഡി ഓർബിറ്റലിലേക്ക് പോകും, അല്ലെങ്കിൽ ഡി ഓർബിറ്റലിലുള്ളത് എഫ് ഓർബിറ്റലിലേക്ക് പോകും. അങ്ങനെയൊക്കെ നമുക്ക് കുറേ എക്സാമ്പിൾസ് കാണാൻ പറ്റും. ലാന്തനൈറ്റ്സ്, ആക്ടിനൈറ്റ്സിൻ്റെ ഒക്കെ കേസിൽ ഒരുപാട് എക്സെപ്ഷൻസ് കാണാം. പക്ഷേ അറ്റോമിക് നമ്പർ 40യിൽ താഴെ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ 3D ആൻഡ് 4s ഇലക്ട്രോണിക് എനർജീസ് അല്ലേ. 4sന് പിന്നെ ആകെ 4 ഉള്ളൂ എനർജി, 3Dക്ക് 5 എനർജി ഉണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ ഇത് വരുമ്പോൾ അത്രയും എനർജി ഡിഫറൻസ് വരുമ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത് ഈസ് ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. ഓക്കെ, അപ്പോൾ ദീസ് ടു ആർ ദ എക്സെപ്ഷൻസ് ടു ഓഫ്ബോ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. N7 നൈട്രജൻ അറ്റോമിക് നമ്പർ 7 വരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളത് 1s, 2s, 2px, 2py, 2pz. എങ്ങനെ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യും? 1s കംപ്ലീറ്റ്ലി ഫിൽഡ്, 2sഉം കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 + 2 4. ഇനി ബാക്കി 3 ഇലക്ട്രോൺസ് ഉണ്ട്. 3 ഇലക്ട്രോൺസിനെ നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യാം? 2pxനെ നമുക്ക് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാം. 2pyയിലേക്ക് ഒരു ഇലക്ട്രോൺ കൊടുക്കാം. 2pzലെ ഇലക്ട്രോൺസ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ വി ഹാവ് ടു നോ ദാറ്റ് ദീസ് 3 ഓർബിറ്റൽസ്, ഈ 3 ഓർബിറ്റൽസിൻ്റെയും പ്രത്യേകത എന്താണ്? ദിസ് ഇസ് 2 പ്ലസ് പിയുടെ എല്ലിൻ്റെ വാല്യൂ എത്ര? 1. 2 + 1 3. ഇതിലും 2 + 1 3. ഇതിലും 2 + 1 3 അല്ലേ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാ? 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓർബിറ്റൽസിന് പറയുന്ന പേരാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമുക്ക് ഇങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനെയും നമുക്ക് സിംഗിളി ഫിൽ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് അനദർ റൂൾ വിച്ച് ഈസ് നോൺ ആസ് അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ there are some more considerations that we have to consider before we can write electronic configuration. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിക്കാം. How electronic configuration is written in case of degenerate orbitals. Why such degenerate orbitals are filled in this manner എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.